കുറച്ച് ചുണ്ടെങ്കിൽ പൊട്ടിക്കാൻ നോക്കാം. വേമടി നിങ്ങളെ കൊതിപ്പിക്കുന്ന ഒരു സാധനം ചട്ടിച്ചോറ് സാധോ കൈപ്പക്കായ കൊണ്ടാട്ടാണ്. ഇതുപോലത്തെ ഒരു ചട്ടിച്ചോറ് ലോകത്തിൽ ആരും ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ വീടിയിട്ട് തുടങ്ങിയപ്പോ ആളുകൾ ചുണ്ടെങ്കിൽ അന്വേഷിച്ചാണ് തുടങ്ങിയത്. വേണ്ട കൈ നീട്ടിയതല്ലേ. സൂപ്പർ ചട്ടിച്ചോറ് സാധം റെഡി. എന്റെ മനസ്സിൽ ഇപ്പൊ കറുമുറു മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ 3 സാധനങ്ങൾ സെറ്റായി. അവരവർക്ക് ആവശ്യമില്ല, അവരവരെടുത്തോട്ടെ. അതെ, അപ്പൊ അങ്ങനെയാ. ഇത് കഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിർത്തുകയേ ഇല്ല. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നല്ല മഴ വരുന്നുണ്ട്. ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ ആഘോഷത്തിൻ്റെ ഒരു തിരക്കാണ്. നമ്മുടെ സൂലി ഉദ്ഘാടനം. ദൈവം മഴ തൂടി തുടങ്ങി. അയ്യോ, നമ്മൾ വേഗം തന്നെ കുറച്ച് ചുണ്ടെങ്കിൽ പൊട്ടിക്കാൻ നോക്കാം. വേമടി. അയ്യോ, കൊടിയെടുക്കേണ്ടതായിരുന്നു. ചുണ്ടങ്ങ മഴ നമ്മുടെ വീട്ടിലിട്ട് നിറച്ച്. ഇതുകൊണ്ടൊരു സംഗതി ഉണ്ട് ഇന്ന്. വേഗം പിടിച്ചോ ഓടിക്കോ. വന്നിട്ട് മഴ പോയി വീണ്ടും മുള്ളു കയറി. വളരെ സൂക്ഷിച്ചു ചെയ്യും. ഞാൻ നശിപ്പിച്ച് കളഞ്ഞ ചുണ്ടങ്ങയാണ്. എന്നോരം വേണമെന്ന് പറഞ്ഞല്ലോ കേട്ടാ. മതിയില്ലേ? പോരാ, സൂക്ഷിച്ച് പൊട്ടിക്കണേ. നമ്മൾ കുടിയിലേക്കാണ് പോണത്. ഇത് കഴിഞ്ഞാൽ നിങ്ങളെ കൊതിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടാക്കിയിട്ടുള്ള കാര്യമല്ലോ. അതും ഈ വർഷകാലത്ത് കൊതി തോന്നുന്നു. വേനൽക്കാലത്തല്ല കൊതി തോന്നുന്നു. അല്ല, വേനൽക്കാലത്തിന് കൊതി തോന്നല്ലേ. നമുക്ക് വേനൽക്കാലാക്കാത്. ഇത്ര മതി അല്ലേ? വാ, മതി വേദാർക്ക് മഴ വരും. ഇത് ടേസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ ഉണ്ടാക്കാലോ അല്ലേ. ഓക്കെ, ഇത് കുറേ ഉണ്ട്. തീയലൊന്നല്ല കേട്ടോ ഉണ്ടാക്കാൻ പോണത്. ഇത് പിടി ചുണ്ടങ്ങ കാട് പിടിച്ചിട്ട് വളരുന്നത്. കാട് പിടിച്ചിട്ട് അപ്പം ഇതിൽ കുറേ അധികം മസാലകളും അതും ഇതും കുറേ സാധനങ്ങളൊക്കെ ചേർത്ത് ഇതിനെ നമ്മൾ ഇതിൻ്റെ സ്വാഭാവികമായ ടേസ്റ്റ് കളയുന്ന ഇതല്ല ചെയ്യാൻ പോണത്. ഇതിൻ്റെ തനതായ രുചി എന്താണെന്ന് നമുക്ക് നോക്കാം. കയ്പല്ലേ? വാ, വേഗം നടന്നോ. ക്യാമറ ഓഫ് ആക്കിക്കോ, എന്നാലും ഓടാൻ പറ്റുള്ളൂ. മഴപ്പ് വരും. ആകെ പച്ചക്കറി കൂർക്കകളുടെ ഇടയിൽ കൂടെ ആരെ പറഞ്ഞ് സന്ധ്യ പറഞ്ഞ് കൂർക്കകളുടെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ അതിൻ്റെ ഒരു മണല്ലേ. പ്രിയ ജോഷി കൂർക്കയുടെ മണം, പയറിന്റെ ഇടയിൽ കൂടെ നടക്കുമ്പോ പയറിന്റെ മണം. അതൊക്കെ പണ്ട് കാലത്ത് അനുഭവിച്ചതേ. ഇപ്പൊ നമ്മളിങ്ങനെ നടക്കുമ്പോ മനസ്സിലാവണം പറഞ്ഞു. ഭയങ്കര കുറെ സ്ഥലം ഉണ്ടായിരുന്നു, അതൊക്കെ പോയിന്ന്. ഭയങ്കര സങ്കട അങ്ങനെയുള്ളവർക്ക് കാണുമ്പോ. 2005 പോയിന്ന്. 2005 പോയിന്ന് പറഞ്ഞ ഇനി ആദ്യം പുതിയ കെട്ടിപ്പടുക്കണമെന്ന്. എല്ലാം ശരിയാവും കേട്ടാ. നമ്മൾ നേരെ കുടിയിലേക്ക്. കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കും ചുണ്ടങ്ങ മാത്രം. ചുണ്ടങ്ങ എല്ലാ ഇതിലത്തെ താരം ശരിക്കും വേറെ സാധനമുണ്ട്. ചുണ്ടങ്ങയും ഉണ്ട്. അപ്പോൾ ചുണ്ടങ്ങ ഇവിടെ ഇരിക്കട്ടെ. നമ്മൾ ശരിക്കും ഇന്ന് ഉണ്ടാക്കാൻ പോണ സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടിച്ചോറ് സാധോ കൈപ്പക്കായ കൊണ്ടാട്ടാണ്. ഇത് നമ്മൾ ഇതേ കുടിയിൽ ചെയ്തിട്ടുള്ളതാണ്. 1 കൊല്ലം 1.5 കൊല്ലം മുന്നാൻ തോന്നുന്നുണ്ട്. നമ്മുടെ ഹൈദരാബാദിലുള്ള ജ്യോതി ചേച്ചി പറഞ്ഞിട്ടുള്ള റെസിപ്പി ആയിരുന്നു. എന്താ പറയുക ചേട്ടാ, അസാധ്യ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അസാധ്യ ടേസ്റ്റുള്ളൊരു സാധനം. നമുക്ക് വേറെ ഒരു കറിയും വേണ്ട, ഒന്നും വേണ്ട. അത്രയ്ക്കും നമ്മുടെ രസമുകുളങ്ങളെയൊക്കെ ഉദ്ദീപിപ്പിക്കുന്ന ഒരു സാധനം. ഇതിപ്പോൾ വീണ്ടും നമ്മളെന്താ ചെയ്യാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് 2 വീഡിയോ ആയിട്ടൊക്കെ എടുക്കണം. അതിൽ നമ്മൾ കുറേ കൃഷിയും അതും ഇതും ഒക്കെ കാണിക്കണ്ടല്ലേ ചേട്ടൻ്റെ അവിടെ പോയിട്ടും. അപ്പോൾ പകുതിയായിട്ട് 2 എപ്പിസോഡായിട്ടൊക്കെ എടുക്കണേ. കുറച്ച് ഒരു ഭാഗം ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടൊക്കെ ആയിട്ട് ഇത് തപ്പി കഴിഞ്ഞാൽ കിട്ടുള്ള. അപ്പോൾ കുറേ പേര് നമ്മളോട് ഇത് ചോദിക്കേണ്ട എനിക്ക് തന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇത് നല്ല ടേസ്റ്റുള്ള കാരണം ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുമ്പോഴും കിട്ടണില്ല ഇത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2-3 ദിവസം മുന്നേ നമ്മുടെ പുഷ്കലാൻറ്റി എനിക്ക് മെസ്സേജ് ഇട്ടേ, നിങ്ങളതൊന്നും കൂടി ഒരു വീഡിയോ ചെയ്യോ. പുഷ്കലാൻറ്റിയുടെ ഏതോ ഫ്രണ്ടാ ആരോ വിളിച്ചിട്ട് ഈ സാധനം തപ്പിയിട്ട് കാണാല്ലേ, ഈ കൈപ്പക്കായ നമ്മൾ വീഡിയോ ഇട്ട സമയത്ത് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് നോക്കിയിട്ട് കാണാല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആൻറ്റിക്ക് അറിയാവുന്ന വിധത്തിലൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഇതിങ്ങനെയൊന്നല്ല, ഇത് വേറെ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മളോട് വീഡിയോ ചെയ്യാൻ ചോദിച്ചു. അപ്പോൾ എന്തായാലും നമുക്കും ഇത് കിട്ടാത്ത കാരണം നമ്മളിത് പിന്നെ മാത്രമല്ല ഇതിന്റെ ഷോർട്സും ഇടാൻ പറഞ്ഞിട്ടുണ്ട് ആളുകൾക്ക് എളുപ്പത്തിൽ വേഗം. നിങ്ങൾക്ക് അപ്പോൾ 2-3 മിനിറ്റ് കൊണ്ട് സംഭവം കിട്ടില്ലോ. അപ്പൊ ഇതിൽ തന്നെ കട്ട് ചെയ്ത് ഷോർട്സും നമുക്ക് ഇടാം. ഇങ്ങനെ ഇടാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഇത് ചെയ്യണം. ഇതുപോലത്തെ ഒരു ചട്ടിച്ചോറ് ലോകത്തിൽ ആരും ചെയ്തിട്ടുണ്ടാവില്ല.
അപ്പൊ കയ്പക്കായ ഇത് നമ്മൾ വാങ്ങിയ കയ്പക്കായ കേട്ടോ, നമ്മൾ പൊട്ടിച്ച കയ്പക്കായ നമ്മൾ കൂട്ടാൻ വെച്ചു. അപ്പൊ ഇതിപ്പോ ചേട്ടൻ വാങ്ങിച്ചിട്ട് വന്ന കയ്പക്കായാണ്. ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ പണി. ഒരു മിനിറ്റ് കഴിയട്ടെ, നന്നായി കഴിയില്ലേ? കഴിക്കും. അപ്പൊ വേണ്ടത് കയ്പയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ വട്ടത്തില് കനം കുറച്ച് അരിയണം. അല്ല ഒരെണ്ണം ഉരുണ്ടുപോയി. അത് കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. ഞാനാണെങ്കിൽ ഈ ചുണ്ടെങ്കിനെ ഇത് വന്ന് പിടിപ്പിക്കുന്നു. എന്താ ഞങ്ങൾ SPMലേക്ക് പോയപ്പോഴേ ഇന്നലെ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ളതാണ് ചുണ്ടങ്ങയുടെ ഒരു സാധനം. അപ്പം അതുകൊണ്ടാണ് ചുണ്ടങ്ങ. ഇപ്പോൾ നമ്മൾ വീടിയിട്ട് തുടങ്ങിയപ്പോൾ ആളുകൾ ചുണ്ടങ്ങ അന്വേഷിച്ചാണ് തുടങ്ങിയത്. ചുണ്ടങ്ങയുടെ തൈ വെക്കായിരുന്നു അല്ലേ? ഇഷ്ടംപോലെ ഇവിടെ മുളയ്ക്കണേ. അതാണെങ്കിൽ തിരിഞ്ഞു നോക്കണ്ട, അതിനൊരു ചട്ടിയില വല്ല സ്ഥലം ഇല്ലാത്ത ഒരു കയ്യിലും വെച്ച് കഴിഞ്ഞാൽ അതവിടെ അങ്ങനെ ഉണ്ടായിക്കോളും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൊട്ടിച്ചാൽ മതി. അതും വന്ന് വെള്ളം വളം ഒന്നും വേണ്ട ആൾക്ക്. നമ്മുടെ ചോറ് തിളച്ചാൽ വേവാറായി ഒഴുകിട്ട് ചോറ് ഊറ്റാറായിട്ടുണ്ട് കേട്ടോ. ചോറ് ഭയങ്കരമായിട്ട് തിളക്കുന്നുണ്ട്. വെന്ത് കുഴയോ? ഞാൻ ഊറ്റാം. ചുണ്ടങ്ങ ഈ ചെറുകായ ഉണ്ടല്ലോ, ഈ പാളയംകോടൻ അല്ലെങ്കിൽ കുന്നനുണ്ടോ? അയ്യോ മറ്റേ സാധനത്തിന്റെ പേര് ഞാലിപ്പൂവൻ. ആ കായൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് ഒരു പെരി ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ് അതിന്. ഒന്നിനും പിന്നെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഉള്ളി മുളക് അങ്ങനെ സാധനങ്ങളൊന്നും വേണ്ട. അച്ച വെളിച്ചെണ്ണയും മറ്റേ പച്ചമുളക് ഒരെണ്ണങ്ങാനും പിന്നെ ഉപ്പ് ഇത്രയൊക്കെ വേണ്ടോ? ശരിയാ, വളരെ എളുപ്പമാണ്. ഡോക്ടർക്ക് അങ്ങനത്തെ സാധനങ്ങൾ കഴിച്ചേ ഈ ഉള്ളി മുളക് കാച്ചിട്ടുള്ള കൂട്ടാനുകളൊക്കെ ഇല്ലേ, അതൊന്നും ഇഷ്ടമല്ല. അതിൻ്റെ ഒന്നും മണം ഇഷ്ടമല്ല ആൾക്ക്. ഉള്ളിലത്തെ കുരു മൂക്കാത്ത അധികം മൂപ്പില്ലാത്ത ടൈപ്പ് കയ്പയ്ക്കയാണ് ഇതിന് നല്ലത് ഇതുണ്ടാക്കാനായിട്ട്. ഇങ്ങനെ വട്ടത്തിലരിയുമ്പോൾ. അയ്യോ കയ്പയ്ക്ക അധികമായോ ചേട്ടാ? രണ്ട് കയ്പയ്ക്ക എടുത്തിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് ഈ സാധനം, വെറുതെ കഴിക്കാനും. ഇതിലേക്കുള്ള സാധനം ആക്കണേലും മുന്നേ ഞാൻ ഒന്ന് ചോറ് ഊറ്റട്ടാ. ചോറ് അടിപൊളിയായിട്ട് വെന്തു. ഉപ്പിടുന്നില്ല. പക്ഷെ ചില കൂട്ടാനുകൾ വയ്ക്കുമ്പോൾ ചേട്ടൻ ചോറിൽ ആരും കാണാണ്ട് ഉപ്പിടും. ചേട്ടന് വിളമ്പണം ചോറിൽ. മീൻ കൂട്ടാനാകുമ്പോഴും പിന്നെ അന്ന് പോത്തും കായും വെച്ചില്ല, അല്ല പോത്തും കൂർക്കി വെച്ചില്ലേ, അപ്പോഴൊക്കെ കൂട്ടാൻ്റെ ടേസ്റ്റേ ശരിക്കും അങ്ങോട്ട് അറിയണമെങ്കിൽ ചോറിൽ ഉപ്പ് വേണമെന്ന് പറഞ്ഞിട്ട്. എനിക്ക് ജഗുനൊന്നും തോന്നിയില്ല കേട്ടോ. ഞങ്ങൾ കൂട്ടാൻ കൂട്ടി. ഞങ്ങളിപ്പോൾ അത് ഉപ്പില്ലാത്ത ചോറായിട്ട് സെറ്റായി. ഒന്നും തോന്നുന്നില്ലേ. ഭയങ്കര മഴ വന്നത് പോയി, കാറ്റ് കൊണ്ടുപോയിനെ. എന്തൊരു മഴക്കര വന്നേ. ഇന്നിപ്പോ സ്കൂള് മുടക്ക്. സ്കൂള് മുടക്ക. ഇന്നലെ കളക്ടർ അവധി. ഇന്നലെ ഭയങ്കര മഴയായിരുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. ഇന്ന് നിതിന്റെ വീടിന്റെ ഭാഗത്തൊക്കെ ഭയങ്കര ആഘോഷാ. പുത്തൂര് മൃഗശാല അങ്ങനെ. അതെ, വലിയൊരു എന്നിട്ട് പറയാ 40 കൊല്ലം പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ട് മാറാൻ പോവാ അല്ലേ? 1980 തുടങ്ങി, 85 തുടങ്ങിയതുകൊണ്ട്. എന്റെ ഒക്കെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് പുത്തൂർക്ക് ദിപ്പം മാറ്റും. പുത്തൂരല്ല ആദ്യ സ്ഥലം കണ്ടെത്തിയത്. ആദ്യം പീച്ചിക്കിന്. ഞാൻ പുത്തൂരിന്ന് കേട്ടാണ് എന്റെ ചെറുപ്പത്തില്. അച്ഛന്റെ ഒരു കൂട്ടുകാരന്റെ വീട് പുത്തൂരുണ്ട്. അങ്ങനെയാണ് ഞാൻ പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിനെ കുറിച്ച് അറിയണേ. വല്ല ഒരു 3-4 വയസ്സുണ്ടാവും. അപ്പാണ് ഇങ്ങനെ പറയണേക്കണേ അവിടേക്ക് മൃഗശാല മാറ്റുന്നു. പീച്ചിയും പിന്നെ പീച്ചി ഡാമിന്റെ അവിടെയും പിന്നെ വേറൊരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. സ്ഥലത്തിന്റെ പേര് മറന്നു. അവിടെ ഈ 2 സ്ഥലം ജനങ്ങള് സമ്മതിച്ചില്ല. അങ്ങനെയാണ് അവിടെ ജനങ്ങളുള്ള സ്ഥലമല്ലോ. ജനങ്ങളുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന്റെ വൃത്തികേടും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാവും, വിചാരിച്ചിട്ടൊക്കെ ആവും. അവിടുത്തെ ജനങ്ങള് സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത്. പുത്തൂരുകാര് സമ്മതിച്ചു. പുത്തൂരുകാര് സമ്മതിക്കാനില്ല. അത് വനത്തിന്റെ ഒരു വനവ് ഈ 330 ഏക്കറിന് താഴെയുണ്ട് ഉള്ള സ്ഥലമാണ്. വലിയ മുളങ്കാടാണ് പുത്തൂരത്തെ. അവിടെ ജനങ്ങളില്ല. മനസ്സിലായ?
റോഡാണ് ഒരു അല്ല സൈഡ്. ബീച്ചിലും അധികം ജനങ്ങളുള്ള സ്ഥലമല്ലല്ലോ, അതും വനംവകുപ്പിന്റെ കീഴിൽ തന്നെയല്ല സ്ഥലത്ത് ഡാമിന്റെ ഇതേ ഈ കാട്. മൃഗശാല എന്ന് പറഞ്ഞത് തൃശ്ശൂരത്തെ മൃഗശാല എന്ന് പറഞ്ഞ് ഒരു വകുപ്പിന്റെ കീഴില സാംസ്കാരിക വകുപ്പിന്റെ കീഴിലാണ്. ഈ പുത്തൂരത്തെ ഇപ്പൊ മൃഗശാല ഇപ്പൊ അത് വനം വകുപ്പിന്റെ കീഴിലാണ് ആ സ്ഥലം. അപ്പൊ ഈ രണ്ടും വേറെ വേറെ വകുപ്പിന്റെ കീഴിലായ കാരണം അതിന്റെ ഏകോപനം ഇല്ലായ്മയായിരുന്നു ഇത്രയും ഇത് നീളം കാരണം. അതായത് വനം വകുപ്പിന് പകരം സ്ഥലം കൊടുക്കണം. എന്നിട്ട് എവിടെ ഇടുക്കിയിൽ എവിടെയാണ് സ്ഥലം, അതായത് ഇവിടെ മൃഗശാലയ്ക്ക് സ്ഥലം വിട്ട് കൊടുക്കുമ്പോൾ പുത്തൂരത്തെ മൃഗശാലയ്ക്ക് സ്ഥലം വിട്ട് കൊടുക്കുമ്പോൾ വേറെ റവന്യൂ വകുപ്പിന്റെ സ്ഥലം ഇതിന്റെ സ്ഥലം റവന്യൂ വകുപ്പിന്റെ അങ്ങോട്ട് സ്ഥലം കൊടുക്കണം. എന്നിട്ട് എവിടെയാ ഈ ഇടുക്കിയ പത്തനംതിട്ട വശത്താണ്ട് സ്ഥലം റാന്നിയില എവിടെയാണ്ട് സ്ഥലം കണ്ടെത്തി കൊടുത്തപ്പോ അത് വനം വകുപ്പിന്റെ സ്ഥലം തന്നെയാണ്. അപ്പൊ വീണ്ടും നീണ്ടു പോയി. അങ്ങനെ ഒടുവില് പിന്നെ എന്തൊക്കെയായിട്ട് പിന്നെ ഇപ്പൊ വനം വകുപ്പിന്റെ കീഴിലാണ് ഇപ്പൊ ഈ സാധനം അങ്ങനെയൊക്കെ സാംസ്കാരിക ഗണേഷ് കുമാർ വനം മന്ത്രി ആയിരുന്ന സമയത്ത് ഇതിന്റെ ആദ്യപടി മറ്റേ ഈ ജോൺ അല്ല ഒരു ലോക പ്രസിദ്ധ സൂ ഡിസൈനർ ആളെ സൂ എന്ന് പറയാൻ പറ്റില്ല, സുവോളജിക്കൽ പാർക്ക് ആയിട്ട് ഡിസൈൻ ചെയ്ത് ചോറ് വെച്ച് കഴിഞ്ഞു. ഇനി ഞാൻ ഇത് കഴുകട്ടെ. അടിപൊളിയായിട്ട് കഴിക്കിട്ടാ. വേപ്പില കൂടുതലാണോ? ഒരു 2-3 ഇഷ്ടംപോലെ വേപ്പില. അപ്പൊ കൈപ്പക്കായ അരിഞ്ഞ വെച്ചേലേക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ഇത്ര, പിന്നെ 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് വട്ടത്തിലരിഞ്ഞത്, പിന്നെ 3-4 അല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല ചെറുതായിട്ട് അരിഞ്ഞത്. ഇത്ര സാധനം ഇട്ടു. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടണം. ഇത് മതിയാവോ? പിന്നെ കൈപ്പലയും ഭയങ്കര മുമ്പിൽ നിൽക്കും ഉപ്പ് പറഞ്ഞാലേ. പിന്നെ ഇതിലേക്ക് മുളക് പൊടി, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ പച്ചമുളകിന്റെ നല്ല എരിവുള്ളതാട്ടാ. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ 2 നുള്ളു പഞ്ചസാര. ഇതൊക്കെ കൂടി മിക്സ് ചെയ്യണം. അത്ര വലിപ്പം കുറവാ, അത്രേ വലിപ്പം കുറവായില്ലേ. ഉപ്പ് കൂട്ടണ കയ്പാവണ്ട. കൊണ്ടാട്ടം എന്ന് പറഞ്ഞാൽ ഉപ്പുണ്ടാവും. ഒരു സ്വല്പം കൂടിയിട്ടുണ്ട് കേട്ടോ ഉപ്പ്. കാരണം ഇനി ഈ കയ്പക്കായലത്തെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ഇതൊന്ന് തളരും. അത് വേണം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാനേ. അതുവരെ ക്ഷമിക്കുക. കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാട്ടാ. ഇതിലേക്കുള്ള പച്ചമുളക് അരിഞ്ഞിട്ടുള്ള എനിക്ക് ഇവിടെയൊക്കെ നീറുണ്ട്. ഇത് കുറച്ച് സമയം തന്നെ കണ്ടിരിക്കട്ടെ കേട്ടാ. ഇവിടെ ഇതിപ്പോൾ ഒരു 5 മിനിറ്റോളം വെച്ചു കേട്ടാ. അങ്ങനെ വെച്ചപ്പോൾ കണ്ട ഇതിലത്തെ വെള്ളമൊക്കെ ഇങ്ങനെ വരുന്ന കണ്ട. ഇതിന്ന് ഇങ്ങനെ ആവണം. ഇതിങ്ങനെ തളർന്നു ഒന്ന്. ഇനി ഇതിലേക്ക് ഒരു 2-3 സ്പൂൺ കടലമാവ് പരത്തിയിട്. 2-3 നിൽക്കില്ല. ഇനി 1 സ്പൂൺ ഇതൂട് അരിപ്പൊടി, ഒരു 1.5 സ്പൂൺ. വലിയ ടീസ്പൂൺ. ശരിക്കും ടേബിൾ സ്പൂണാ വേണ്ടേ? 1.5 ടേബിൾ സ്പൂൺ തന്നെയാണ്. ആരാ പറഞ്ഞത്? ഇതാണ് ടീസ്പൂൺ. കണ്ട അരിപ്പൊടി ഇട്ടു, പിന്നെ കടലമാവ് ഇട്ടിട്ട് ഇതിങ്ങനെ കോട്ടിങ് ആവണതുമേ. ഭയങ്കര കോട്ടിങ് ഒന്നും വേണ്ട, പക്ഷെ എന്നാലും കടലമാവ് വേണ്ടി വരും. അരിപ്പൊടി വേണം. അരിപ്പൊടിയും കൂടി വരുമ്പോഴാണ് ക്രിസ്പിനെസ് കിട്ടാം. 1 ടീസ്പൂൺ കടലമാവ് കൂടി ചേർക്കണം കേട്ടോ. അരിപ്പൊടി കുറച്ചുകൂടി ഇടും. 3/4 ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കും. അത് നമുക്കിങ്ങനെ ഇതിലിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പരട്ടുമ്പോൾ മനസ്സിലാവും ഇത്ര മതി എന്നുള്ളത്. കാരണം അതിലാ ഊറി വന്നേക്കണ വെള്ളത്തിലേക്ക് അതിങ്ങനെ ഇതായിട്ട് അത് സെറ്റാവും. അത് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവ് തോന്നുകയാണെങ്കിൽ ഇടാം. ഇതിലിപ്പോൾ ഉപ്പ് പാകമായിരിക്കും. പറഞ്ഞെടുത്ത് നോക്കണം. കറക്റ്റാണ്. നല്ല രസം. ഉപ്പില്ലേ? എരിവില്ലേ? എല്ലാം ഉണ്ട്. പാകം. ഇതിനിവിടെ ഇരിക്കട്ടെ കേട്ടോ. അത് നമുക്കിനി വറക്കാം. മറ്റേ സാധനത്തിലേക്കുള്ളതൊക്കെ ആക്കി വെച്ചിട്ട് വറക്കാം. കഴിഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞല്ലോ ഇന്ന് നമ്മൾ 3 സാധനങ്ങൾ ഉണ്ടാക്കണം. ഒന്ന്
ചട്ടിച്ചോറ് സാദം, പിന്നെ അതിലേക്കുള്ള കൈപ്പയ്ക്ക കൊണ്ടാട്ടം, പിന്നെ ചുണ്ടങ്ങ വറുത്തത്. അപ്പം അതിലത്തെ ചട്ടിച്ചോറ് സാദത്തിനുള്ള ചോറ് എടുക്കാൻ പോകും ഞാൻ. ഇതിപ്പോൾ നല്ല ചൂടാണ്. ഇത് ഊറ്റിയ സമയത്ത് തന്നെ ഈ ചട്ടിയിലേക്ക് ഇടായിരുന്നു. അപ്പോൾ നമുക്ക് 3 പേർക്കുള്ള ചോറ്. ഇതിപ്പോൾ ഇത്ര ചോറ് ഇതിൽ ഇട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇത് ചട്ടിയിൽ തന്നെ മിക്സ് ആക്കണം. അതുകൊണ്ടാണ് ഇതിനെ ചട്ടിച്ചോറ് സാദം എന്ന് പറയുന്നത്. അന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ ഇത് ഇട്ട് വെച്ചു. അപ്പോൾ ചട്ടിച്ചോറ് സാദം ഉണ്ടാക്കാനായിട്ട് ചട്ടിയിൽ ചോറ് എടുത്തു ആദ്യം തന്നെ. പിന്നെ ഇതിലേക്ക് ചെറിയ സബോള കടിക്കണത് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ എടുക്കുക, അല്ലാത്തവർക്ക് കുറച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ വലിയ സബോള 1.5 സബോള എടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതിങ്ങനെ കടിക്കാനായിട്ട് ഇഷ്ടമായതുകൊണ്ട്. പിന്നെ അതിലേക്ക് ഇഞ്ചി, ഇതിലേക്കും വേണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. കുറച്ച് ഇഞ്ചി മാറ്റി വയ്ക്കുന്നുണ്ട്, നമുക്ക് കാച്ചിടുന്നതിലേക്ക് ഇഞ്ചി വേണം. പിന്നെ വേണ്ടത് പച്ചമുളക്, അതും ഇതിലേക്കിട്ടു. എന്നിട്ട് പിന്നെ നമ്മുടെ മെയിൻ സാധനം കട്ട തൈര് വേണം. അപ്പം ഇതിലേക്ക് തൈര്, ആവശ്യത്തിനുള്ള തൈര് മുഴുവൻ ഇടേണ്ടി വരും അല്ലേ? മുഴുവൻ ഇടണ്ട് കേട്ടാ. ഇതെന്തോ പറയാം, തൈര് ഉണ്ടാവും ഒരു 1 ലിറ്ററിൻ്റെ അടുത്തുണ്ടാവും. നല്ല കട്ട തൈര് വേണം കേട്ടാ. അധികം പുളിയുള്ളത് വേണ്ട. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഉപ്പ്. നമ്മുടെ ചോറിൽ ഉപ്പില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഉപ്പ് വേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ ഈ തൈരിലേക്കും ഇതിലേക്കുള്ള ഉപ്പ് മാത്രം മതിയായിരുന്നു. പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു നുള്ള് പഞ്ചസാര. അപ്പോൾ ഉപ്പ്, പുളി, പഞ്ചസാര ഒക്കെ മാത്രം ചെറുതാന്നുള്ളതാണ് ഒരു പോരായ്മ. ഇനി ഇതിനെ മിക്സ് ആക്കണം. 2 തരത്തിൽ മിക്സ് ആക്കാം. ഒന്ന് കൈ കൊണ്ടാക്കാം, പിന്നെ ടീസ്പൂൺ കൊണ്ടാക്കാം. നമുക്ക് മാത്രം കഴിക്കാനുള്ളതായതുകൊണ്ട് നമുക്ക് കൈ കൊണ്ടാക്കാം. നമ്മൾ ഒറ്റയ്ക്ക് കഴിക്കുന്ന അവരവർ കഴിക്കുന്നതാണെങ്കിൽ നമുക്ക് അയ്യോ ഇതിലേക്ക് വേപ്പില വേണ്ട. വേപ്പില വേണം, കാച്ചിടുന്നതിലേക്ക് വേപ്പില വേണം. ഇനി ചീഞ്ചട്ടി വെച്ചോ. ചീഞ്ചട്ടി വെച്ച് ഉറപ്പത്ത്. ഓക്കെ. ഇത് കൈ വെച്ച് നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് ചപ്പിളിയാക്കരുത്. ഞാനിപ്പോൾ ഇത് ടീസ്പൂൺ കൊണ്ട് ഇളക്കണുള്ളൂ. വേപ്പിൻ്റെ ഇല കുറച്ച് അരിഞ്ഞിടായിരുന്നു അല്ലേ ഇതിൽ? അതിൽ പറഞ്ഞിട്ടുണ്ടാ? എനിക്ക് ഓർമ്മയില്ല അതിൽ ഉണ്ടായിരുന്നു തോന്നുന്നു. പക്ഷെ അത് ഇട്ടെങ്കിൽ ഒരു പച്ച കളറിൽ വന്നെങ്കിൽ നല്ല ഭംഗിയായി എന്നെ തോന്നുന്നു. കുറച്ച് വേപ്പിൻ്റെ ഇല പിച്ച് നുറുക്കിയിട്ടാ. തൃശ്ശൂർ പൂങ്കുന്നത്ത് ഒരു സീതാരാമ സ്വാമി ക്ഷേത്രം ഉണ്ട്. നമ്മുടെ കല്യാൺകാരുടെ കുടുംബക്ഷേത്രം കൂടെ അല്ലേ? ഹനുമാന്റെ ഏറ്റവും വലിയ വിഗ്രഹമുള്ള അമ്പലം. അവിടെ വൈകുന്നേരം ഇത് കിട്ടും, തൈര് സാദം പ്രസാദമായിട്ട്. എന്തൊരു ടേസ്റ്റാ ദൈവമേ! ആ തൈര് സാദം അതിൻ്റെ കൂടെ ഒരു കൊണ്ടാട്ടം മുളക് വറുത്തത്. ഇതായിട്ടില്ല. അല്ല ഉപ്പൊക്കെ നോക്കി നോക്കിയേ. ഉപ്പ് നോക്കണ്ട, കഴിച്ചു നോക്കി. കൈ നീട്ടിയതല്ലേ, നോക്ക്. ചൂടുണ്ടാവും. ഉപ്പത്തി കുറവാ. ചോറിൽ ഉപ്പില്ലല്ലോ, അത് കാരണം ഭയങ്കര ടേസ്റ്റാ. ചൂടുണ്ട്. കുറച്ച് കുറവുള്ള ഇത്ര ഇട്ടാ മതിയാവോ? അത്രയ്ക്ക് അതിട്ടോ. ഇനി വേണ്ടല്ലോ, പോരെ. അപ്പൊ ചട്ടിച്ചോറ് സാദം ഉണ്ടാക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു കേട്ടാ. ചോറ്. അപ്പൊ ഈ ചോറ് ഈ തൈര് സാദത്തിലേക്ക് താളിപ്പ്, അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. തീ കത്തുന്നില്ല എന്ന് മാത്രം. ഈ നേരെ വരെ ഭയങ്കര തീയായിരുന്നു കേട്ടാ. ഈ ചകിരി വെച്ച് കൊടുക്കാം. ചകിരിയല്ല വയ്ക്കേണ്ടത്, കത്താനായിട്ട് തീ സാധന. ചകിരി വെച്ച് കഴിഞ്ഞാൽ പോയി തീ കനൽ വരും. സാധാരണ നമ്മൾ തൈര് സാദമൊക്കെ കണ്ടിട്ടുള്ളത് കടുക് വറുത്തിടണതാണ്. ഇതിൽ കടുകില്ല. ഈ നേരത്തെ നമ്മൾ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതിൽ കുറച്ച് ബാക്കി വെച്ചില്ലേ, അതാണ് ഇടണ കേട്ടാ. അപ്പം ഇഞ്ചി ഇതേ കണ്ട പെട്ടെന്ന് തന്നെയാവും. അത്ര പൊടിയായിട്ട് അരിഞ്ഞേക്കണതേ. അതിലേക്ക് ഒരു 3 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. ഇതിന് നല്ല എരിവാട്ടേ മുളകിന്, അതായത് ഞാൻ 3 എടുത്തിട്ടുള്ളൂ. പിന്നെ എനിക്ക് 2 വേപ്പില. ഇറക്കിയിട്ട് ഒന്ന് ചൂടാറണം. കരിയരുത്. നമുക്കിനി ഇത് പൊടിക്കണേ. അപ്പൊ നോക്ക്, തീ നോക്ക്, എന്താ തീ നോക്കിയേ. ആ തീ കത്തില് അത് കഴിഞ്ഞിട്ട് അതിൽ തന്നെ ഇപ്പൊ കൈയോടെ മറ്റേ വറക്കാം. ഇത് ഒരു കാര്യം ചെയ്തോ, ഇതിലേക്ക് ആക്കിക്കോ. ഇതിലേക്ക് ഇനി ഇതിലിട്ട് മിക്സ് ആക്കാം. ഇതാട്ടാ, ഇത് ഇതിലേക്ക് ഒഴിക്കാം. അടുപ്പത്ത് വെച്ചോ. കഴുകണം അത് ഇനി വേണ്ടല്ല.
നമുക്കിതിൽ തന്നെ ആ കൈപ്പക്കയെ കൊണ്ടാട്ടം വറുത്തെടുക്കാം. ഇത് ഒന്ന് ചൂടാറട്ടെ കേട്ടോ. ഇത് മിക്സ് ചെയ്യരുത്. ഇപ്പോൾ ഇതിങ്ങനെ ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ നമ്മുടെ കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ അതിങ്ങനെ പൊടിയും. ഇന്നിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ വേപ്പിലയും ഇതൊക്കെ ഇരിക്കണതേ. ഇതൊക്കെ നന്നായി പൊടിയും. അപ്പോൾ ഇത് പൊടിയുമ്പോൾ അങ്ങനെ പൊടിച്ചതിന് ശേഷം പിന്നെ എല്ലാം കൂട്ടി മിക്സ് ചെയ്യാം കേട്ടോ. സൂപ്പർ ചട്ടിച്ചോറ് സാദം റെഡി. വേറെ സാധനം ഇതിലേക്ക് സൈഡായിട്ട് ഇടയ്ക്ക് എടുത്ത് ഓരോ കടിക്കാനാണ് ഈ കൈപ്പയ്ക്ക കൊണ്ടാട്ടം നമ്മൾ വറക്കാൻ പോണേ. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണോട്ടാ, ചീഞ്ഞിട്ടിരിക്കും. നമ്മുടെ ഇവിടെ ഹോം സ്റ്റേക്ക് വരുമ്പോൾ കിട്ടുന്ന ഭക്ഷണങ്ങളിൽ ഒരെണ്ണം ഇതായിരിക്കും. വേണ്ട 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 വേണ്ട. കണ്ട ഈ സാധനം നോക്കിയേ, ചൂടാവട്ടെ. അല്ല വെളിച്ചെണ്ണ ചൂടാറട്ടെ. ചൂടാവട്ടെ. ആകെ തെറ്റില്ലേ. ഇനി ഈ സാധനം ചതക്കട്ടെ ഞാൻ. ഇത് ഓരോന്നേരം സെപ്പറേറ്റ് ആയിട്ട് ഇടണ? അങ്ങനെയൊന്നും ഇല്ല. സാധാരണ കൊറേ അധികം ഇടണ്ട കേട്ടാ, കൊറേ വേണ്ട. വെളിച്ചെണ്ണ ചൂടായി അപ്പൊ നമ്മള് ഇരിക്കാണ്ട് ഇടുന്നു കേട്ടാ. ഇതും കൂടി ആകുമ്പോൾ നമ്മുടെ ചട്ടിച്ചോറ് പൂർണ്ണമുള്ളോട്ടാ. ഈ സാധനം ഈ കയ്പക്കായര ഇതിലേക്കുള്ള കോമ്പിനേഷൻ ഒന്നും അല്ല കേട്ടാ ചുണ്ടങ്ങിയ. പക്ഷെ നമ്മള് ഡോക്ടർ ഇന്നലെ അവിടെ പോയപ്പോ ഈ ചുണ്ടങ്ങിയാനെ പറഞ്ഞ് കൊതിപ്പിച്ച കാരണം ഞങ്ങള് ഭയങ്കര ടേസ്റ്റ് ആണ് അതെന്ന് പറഞ്ഞിട്ട് അല്ലേ. മതി, ഇത്ര മതി. 3 വട്ടം വറക്കാം. ശരിതാ? മതി. അതിൽ വെളിച്ചെണ്ണ കണ്ടമാനം ഉപയോഗിക്കേണ്ടി വരും. അത് ആയിട്ടുള്ള ആ ചീഞ്ചട്ടിയിൽ തന്നെ ഇത് പിന്നെ ആക്കാം. ചുണ്ടങ്ങ അല്ലേ? ചുണ്ടങ്ങ ചതയ്ക്കാൻ പോവാട്ടാ. ഉരുണ്ട് പോയിട്ട് എത്ര എണ്ണം കിട്ടാവോ. അല്ലാതെ ഒന്ന് പൊട്ടിക്കണം. ഞാൻ ചതക്കണ? എന്തിട്ട് പറഞ്ഞേ? വായ കുഴഞ്ഞു. ചതക്കണോന്നല്ലേ ചോദിച്ചേ? കുരുക്കൾ കളയണ്ടാട്ടാ. കുരുക്കളൊക്കെ കളഞ്ഞോളാനാ ഡോക്ടർ പറഞ്ഞേ. ഡോക്ടർ അല്ല, ഈ മറ്റേ നമ്മുടെ ഈ കുമാരി ചേച്ചി പറഞ്ഞില്ലേ കുരുക്കള്? കുരുക്കളിലാണ് ഗുണം. അത് ഞാൻ അരിക്കാം, നമുക്ക് കുഴപ്പമില്ല, കുരുക്കളൊന്നും പോയില്ല. ഇത് 3-4 വട്ടം കഴുകിയെടുക്കണം. ഇതിന്റെ കറ കളയണം. കറ എന്ന് പറഞ്ഞാൽ കയ്പ്പ് നല്ലോണം ഉണ്ടാവുമല്ലോ. ഇവിടെ കയ്പക്കായ ആയിക്കൊണ്ടിരിക്കുന്ന കേട്ടാ. ഭയങ്കരമായിട്ട് ഫ്രൈ ആവണ്ടേ? നല്ല ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോഴല്ലേ ടേസ്റ്റ് ഉണ്ടാവും. നല്ല ക്രിസ്പി ആയിട്ട്. അതന്നെ അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മുടെ ഫസ്റ്റത്തെ എടുക്കാറേട്ടാ. ലെവലായി നല്ല ഭയങ്കര ടേസ്റ്റായി സാധനം. കഴിഞ്ഞു. അധികമൊന്നും ഉണ്ടാവില്ലേ? അത് ഇത്രയും സാധനമാണ്. ഇത് ഇപ്പം കഴിയും. ഇത് സെക്കൻഡ് ഉള്ളി ഇവിടെ കഴിയും. അടുത്തിടാം. ഇത് കഴിഞ്ഞിട്ട് സാധനം ചൂടാറിട്ട് കഴിച്ചാൽ മതി. ഇല്ലേ അത് പറയാൻ നല്ലത്. ഇതിപ്പോ കഴിയും. കഴിഞ്ഞൂട്ടാ. അതാകുമ്പോ ഒരിഞ്ഞിട്ടില്ല തോന്നുന്നു. നീ കഴിക്ക്, കൊതി പറ്റണ്ടെന്നാ. കുരുക്കളൊക്കെ അലിക്കാക്കിയോ? ചുണ്ടങ്ങ ചതച്ചത് ഇതേണ്ട കഴുകിയെടുക്കാണ്. അപ്പോൾ അതേ ഈ വെള്ളം കളയണം. അപ്പോൾ നമ്മൾ കുരു പോകാണ്ടിരിക്കാനായിട്ട് അരിക്കുന്നുണ്ട് കേട്ടാ. 4 പ്രാവശ്യം കഴുകിയെടുക്കണം. ഇതുണ്ട ഈ വെള്ളം കളയാം. പച്ച കളറുള്ള വെള്ളം. അത് മുഴുവൻ വൈറ്റമിൻസ് ആയിരിക്കും അല്ലേ? കയ്പായിരിക്കും. അത് കുരുക്ക് കണ്ട കുരു കണ്ട നിറയെ കുരുവാ. ശരിക്കും പ്രകൃതിയിൽ എത്രയല്ലേ ഇതിനുള്ള വിത്തിനുള്ള സാധനം വെച്ചാണ് ഞാനൊന്നും ചെയ്യില്ലല്ലോ. കൈ പിടിച്ച് നിർത്തിയേക്കണ പോലെ കേട്ടോ. പിന്നെ വരുമ്പോ ചുണ്ടങ്ങ കൊണ്ടുവരാൻ പറഞ്ഞേക്കാം ഡോക്ടർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്ര. പക്ഷെ ഇത് ആഴ്ചയിൽ ഒരു 2 ദിവസമൊക്കെ കഴിക്കാം. ഇതിന്റെ ഗുണങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ദിവസം കഴിക്കാൻ തോന്നും. പക്ഷെ ദിവസം കഴിക്കുന്നത് പൊട്ടയെന്ന് പറഞ്ഞു. ഗുണങ്ങൾ കൂടി കഴിഞ്ഞാലും കുഴപ്പമാണല്ലോ. അത് അയ്യോ കുറച്ച് ഇത് പോയി. അത് വെള്ളം കളഞ്ഞോ പുറത്തേക്ക്. ഒരു വട്ടം കഴിക്കാൻ ഇല്ല. ഒരു വട്ടം വേണ്ടിയിട്ട് നല്ല ക്ലിയറായി. ലാസ്റ്റ് മതി. അരിക്കട്ടെ ആ കുരു വെച്ചോ. അങ്ങനെ വെച്ചാൽ മതി. ഒരു മിനിറ്റ് ഇത് തരാം. ഇതിലുണ്ട് കുറച്ച് കുരുത്ത്. സാധാരണ നമ്മൾ ഈ കുരുവൊക്കെ പോവും അല്ലേ?
കുരുക്കള് കുമാരേച്ചിയാണ് പറഞ്ഞ ഇതിന്റെ കുരു കളയരുത്, കുരുവിലാണ് കൂടുതൽ ഗുണമെന്ന്. അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ കുരു കളയാണ്ട് ഇങ്ങനെ അരിപ്പയിൽ അരിച്ചെടുത്തേട്ടാ. ഫസ്റ്റ് വറുത്ത് കോരിയതാണ് ഇത് കേട്ടാ. അത് കഴിഞ്ഞു. കയ്പക്കായ ഇഷ്ടമില്ലാത്തവര് പോലും ഇത് കഴിക്കും. നല്ല ബജ്ജിയൊക്കെ കഴിക്കുന്ന പോലെ, അതിനേക്കാൾ ടേസ്റ്റ് അല്ലേ? അല്ല പിന്നെ ഒരു വെളിച്ചെണ്ണ കുറവ് തരുതേ. ഒഴിക്കൂ. ഇതിലിട്ട് ഫ്രൈ ചെയ്യാൻ നമ്മുടെ ചട്ടിച്ചോറിലേക്ക് ഇത് കാച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല, അതിനെ നമ്മളിങ്ങനെ പൊടിക്കാൻ പോകണ്ട. നല്ല ക്രിസ്പി ആയിട്ടിരിക്കണത് ഇതിങ്ങനെ പൊടിക്കണം, കൈ കൊണ്ട് തന്നെ പൊടിക്കണം കേട്ടാ. അയ്യോ, മുളക് ഇതിൽ കിടന്നിട്ടേ ചേട്ടാ തണുത്താ ഇതിന്റെ ക്രിസ്പിനെസ് പോയി. കയ്യോടെ പൊടിക്കണം, ഇട്ട പൊടിക്കുന്നേ അല്ലേ? ഞാൻ സാധാരണ ഇത് ഉണ്ടാക്കാറുള്ള സമയത്ത് ഇത് ചീഞ്ചട്ടിയിൽ തന്നെ വെക്കിലേക്ക്, ചോറിലേക്ക് ഒഴിക്കില്ല. എന്നിട്ട് ചീഞ്ചട്ടി ചൂടാറി അതിലിട്ട് പൊടിച്ചിട്ടാണ് ഇതിൽ ചേർക്കാറ്. അല്ല, ഇതിപ്പോ ചീഞ്ചട്ടി നമുക്ക് ആവശ്യമുണ്ടല്ലോ, ഇത് വറക്കാം, അതുകൊണ്ടാണ് വേഗത്തിലേക്ക് തട്ടിയത്. ചീഞ്ചട്ടിയിൽ വെക്കണ്ട, ഇങ്ങനത്തെ ഒരു പ്ലേറ്റ് വെച്ചാൽ മതി. കണ്ട മിളകായാണ് ഞാൻ എടുത്തത് തിന്നില്ല. ഇങ്ങനെ പൊടിച്ചതിന് ശേഷം ഇത് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് അഭിനയം, നാടകം, സംവിധാനം, പിന്നെ ലൈറ്റ്, മ്യൂസിക്, നാടകരചന ഇതൊക്കെ പഠിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നവംബർ 2-ാം തീയതി തൃശ്ശൂർ സംഗീത നാടക അക്കാദമി, അതായത് നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയത്തിന് മുമ്പുള്ള കേരള സംഗീത നാടക അക്കാദമിയുടെ നാടിഹ്ര ഉണ്ട് ബാക്കിൽ പിന്നിൽ, അവിടേക്ക് വരാട്ടെ. ഉച്ചയ്ക്ക് 1:45 അവിടേക്ക് എത്താം. ഫസ്റ്റ് ക്ലാസ് അല്ലേ? ഫസ്റ്റ് ക്ലാസ് നാളെ മുതൽ ആരംഭിക്കുകയാണ്. 2 മണി മുതൽ 6 മണി വരെ സൺഡേ തിയേറ്റർ. ഞായറാഴ്ചകളിൽ മാത്രം. പ്രായമില്ല, വിദ്യാഭ്യാസ യോഗ്യത ഇല്ല, താല്പര്യം മാത്രം മതി. ഫീസും ഇല്ല കേട്ടാ, തികച്ചും സൗജന്യം. അപ്പോൾ നിങ്ങൾക്ക് അവിടേക്ക് രംഗേനയിലേക്ക് സ്വാഗതം. ഇനി ഫോൺ നമ്പർ വേണമെങ്കിൽ വിളിച്ചു ചോദിക്കാട്ടെ. ഫോൺ നമ്പർ ഞാൻ തരാം. ഇവിടെ വർഗീസ് മാഷ് ഫോൺ നമ്പർ തരാം, വേണമെങ്കിൽ വിളിച്ചു ചോദിച്ചോട്ടെ. ഇതാട്ടാ അടുത്തത് എടുക്കണം കേട്ടോ. ഞാൻ അധികം നേരം നിന്ന് കഴിഞ്ഞാലേ വെളിച്ചെണ്ണ കുറവായ കാരണം ചിലത് മുങ്ങിയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. മുന്നത്തേക്ക് കഴിഞ്ഞു, ഇതും കഴിയും അല്ലേ? ലാസ്റ്റ് കേട്ടോ. അതുകൊണ്ട് വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടങ്ങി അടിക്കാൻ കിടക്കാം. നമ്മുടെ ചുണ്ടങ്ങ കഴുകി വാലാൻ വെച്ചിട്ടുണ്ട്, അത് ദേ വാന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഇതിലേക്ക് പച്ചമുളക് ഓപ്ഷണലാണ്, ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി. ഡോക്ടർ ചേർക്കാറില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട് കേട്ടാ. പിന്നെ വേപ്പിൻ്റെ അലി ഇടാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കിട്ടാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. ഇത് മിക്സ് ചെയ്ത് ഇവിടെ വയ്ക്കുക. കൈകൊണ്ട് തിരുമ്പി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യുമ്പോൾ നിറയെ വിത്തുകളാവും. അതുകൊണ്ട് കൈകൊണ്ട് തിരുമ്പണ്ടെന്ന്. നല്ല മണവ്. ഇതിവിടെ ഇരിക്കട്ടെ കേട്ടാ. നന്നായി ആക്കി വയ്ക്കും. ഉപ്പ് ശരിക്കും അതിൻ്റെ ആവില്ല. ഇതിവിടെ ഇരിക്കട്ടെ. ഇത്ര ഉള്ളോ പരിപാടി? ടേസ്റ്റ് ഞാൻ എന്തോരണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ചുണ്ടങ്ങനെ മറ്റേ തീയിൽ വെക്കാന്ന് പറഞ്ഞാൽ കുറേ സ്റ്റെപ്പായിട്ട് കുറേ പ്രോസസ്സ് ഉണ്ട്, കുറേ സാധനങ്ങൾ എനിക്ക് വേണം, മസാലകളും ഉള്ളിയും കാര്യങ്ങളൊക്കെ. ഇതിലേക്ക് അതൊന്നും വേണ്ട. ഡോക്ടറിന്റെ തനതായ രുചി. അല്ല, ഇത് ടേസ്റ്റിനില്ലേ ചുണ്ടങ്ങനെ ഉപയോഗപ്പെടുത്താൻ ഒന്നും ചെയ്യാനില്ല. അതൊന്നും ചതക്കലാണ് ഒരു പണിയുള്ളൂ. പണി അല്ല, പണിന്ന് പറയുകയാണെങ്കിൽ തന്നെ അത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് അടുപ്പത്തിട്ട് ഇത് കിടന്ന് പൊട്ടിത്തെറിക്കും. അതാണ് പ്രശ്നം. അതിനാണ് ചതക്കണം. പിന്നെ അതിന്റെ കയ്പും കളയണല്ലോ. അത് ചെയ്ത് ടേസ്റ്റ് കൃത്യമായിട്ട് നമുക്ക് അറിയൂലല്ലോ. നമുക്കിത് കഴുകിയിട്ട് മതി. അയ്യോ, ഫ്ലേവറൊക്കെ കിട്ടിയ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഫ്ലേവർ വേണ്ട. രണ്ടാമത്തെ സ്റ്റെപ്പ് വറുത്ത് കോരിയതിന് വലിയ മാറ്റം വന്നിട്ടില്ലല്ലോ. അതെടുത്ത് തിന്നണ്ട, നീ ചോറിലേക്ക് വേണ്ട. ഭയങ്കര ടേസ്റ്റ്. അത് കടിക്കണ ആ സൗണ്ട് കേൾക്കുമ്പോഴേ കറുമുറു സൗണ്ട് കേൾക്കുമ്പോ അറിയാലോ. കറുമുറു കേൾക്കുമ്പോ മറ്റേ ഒരു സിനിമയില് കറുമുറു സൂപ്പർ ശരണ്യ. കറുമുറു എന്തിട്ടാ? ബിസ്ക്കറ്റ് അല്ല, അത് കായ വറുത്തത്, ഉക്കുവട, ഉണ്ണിയപ്പല്ല. അതായത് കറുമുറു തന്നെ തിന്നാൻ പറ്റുന്ന സാധനങ്ങളാണ് അതിലുള്ളത്. എന്റെ മനസ്സിൽ ഇപ്പൊ കറുമുറു മാത്രമേ ഉള്ളൂ. ഇതെടുക്കാനി മതി. ചീഞ്ചട്ടി കഴുകിയിട്ട് നമുക്ക് മറ്റേ ശരിക്കും ചീഞ്ചട്ടിയിലത്തെ ഈ വെളിച്ചെണ്ണയിൽ അത് ഇടാട്ടാ. ഇത് നമ്മുടെ ചുണ്ടങ്ങ. പക്ഷെ അല്ല, അപ്പൊ ഡോക്ടർ പറഞ്ഞ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം ഇതില് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി, എല്ലാത്തിന്റെയും ഫ്ലേവർ ഈ വെളിച്ചെണ്ണ കളയണം അല്ലെങ്കിൽ
ഇത് അധികം ഉണ്ട് കണ്ടമാനം വെളിച്ചെണ്ണ അതിനകത്ത് മാറ്റി വയ്ക്കാം. കയ്പക്കാര ഒരു കാര്യം ചെയ്യാം, ഒരു ഇതെടുത്ത് വെളിച്ചെണ്ണ തെളി മാത്രം എടുക്കാം നമുക്ക്. അങ്ങനെ നിരന്തരമായ കൂടിയാലോചനയ്ക്ക് ശേഷം ഞങ്ങളൊരു തീരുമാനം എടുത്ത് ഈ വെളിച്ചെണ്ണ ഉപയോഗിക്കണില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൽ കുറേ സാധനങ്ങളുടെ ഫ്ലേവർ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ ഡോക്ടർ പറഞ്ഞാൽ ഇതിൽ വേറെ ഒന്നും ചേർക്കരുത്, ഇനി കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഇതിനിങ്ങനെ വറുത്ത് എടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ വീണ്ടും ചീച്ചട്ടി അടപ്പത്ത് വെച്ചു, ചൂടായി, അതിലൊരു തുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. ഉണ്ട്. വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചാൽ അത്രയും ടേസ്റ്റ് കൂടുന്ന പറഞ്ഞ ഡോക്ടർ. എന്നിട്ട് നമ്മൾ ഈ ആക്കി വെച്ചാണ് സാധനം ഈ വെളിച്ചെണ്ണയിലേക്ക് ഇടാം. അത്രേ ഉള്ളൂ കേട്ടാ പരിപാടി. എന്നിട്ട് പിന്നെ ഇടയ്ക്ക് എങ്ങനെ ഇളക്കി കൊടുക്കാം. വെള്ളം വാലാൻ വെച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലേ, വെള്ളം കണ്ട ഉപ്പിട്ടപ്പോ വെള്ളം വീണ്ടും വാന്ന് വരുന്നത്. ഇതെങ്ങനെ ആയി വരുന്നേട്ടാ, കുരുക്കളാണ് അടിയിൽ മുഴുവൻ പെട്ടെടുക്കണത് കേട്ടാ. കുരുവൊക്കെ കരിയും തോന്നുന്നു. കരിയൊന്നുമില്ല, നമ്മൾ ഇളക്കണം. പിന്നെ ഡ്രൈ ആയി വരും പറഞ്ഞിട്ടുണ്ടാ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടാ. ഫ്രൈ വറുത്തെടുക്ക, ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ടേ. പറഞ്ഞ പോലെ നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലൊക്കെ ആണെങ്കിൽ കുരുക്കളൊന്നും ഇങ്ങനെ പിടിക്കില്ല. അതിന് കുരുവൊക്കെ എല്ലാവരും കഴുകുമ്പോ കളയും, ചേട്ടനെ പോലെ അരിച്ചെടുക്കില്ലല്ലോ. നമ്മുടെ ചുണ്ടങ്ങ വിത്തുകളില്ലേ, വിത്തുകൾ എന്ന് പറഞ്ഞാൽ കുരുക്കൾ നോക്കിയ ചീഞ്ചട്ടില് അപ്പടി ഇത് ഇങ്ങനെ ഫ്രൈ ആയിട്ട് എടുക്കാട്ടെ. നമുക്ക് എന്തോരം വേണ്ട നമുക്കിത് എടുക്കാണ്. പലിഞ്ഞീൻ പോലെ എന്നിട്ട് പലിഞ്ഞീൻ പോലെ അതന്നെ അതിന്റെ മീനിന്റെ മുട്ടകൾ നിറച്ചിങ്ങനെ കാണുമല്ലോ. ചോറിനാറാ അല്ലേ ചുണ്ടങ്ങ. അപ്പൊ നമ്മുടെ 3 സാധനങ്ങൾ സെറ്റായി. ഇതാ നമ്മുടെ ചോറ് എടുക്കണം കേട്ടാ. അവരവർക്ക് ആവശ്യമില്ല അവരവരെടുത്തോട്ടാ. അതെ, അങ്ങനെയാ. ഇതിലൊന്നും ഇളവില്ല, ഇത്ര മതി എനിക്ക്. ഈ സാധനം നമുക്ക് ഇത്ര മതി. കണ്ട ചുണ്ടങ്ങ ഞങ്ങൾ എടുത്തിട്ടില്ല കേട്ടോ. ചുണ്ടങ്ങ ഇതാണ് നമുക്ക് അറിയേണ്ട കാര്യമില്ല. ചുണ്ടങ്ങ പിന്നെ എല്ലാം അറിയേണ്ടത്, കാരണം ഇത് നമുക്ക് അറിയാവുന്ന സാധനം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാ. അല്ല വേറിട്ട് കഴിച്ചു ഇത് കഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിർത്തുകയേയില്ല. ഒരു ചട്ടി ചോറിനും ഇതിന്റെ ടേസ്റ്റ് വലിയ അത്ര വലിയ ഇറച്ചി കൂട്ടാൻ തേങ്ങ വാങ്ങിയില്ലെങ്കിലും പുളി കുറവുള്ള തൈര നല്ലത്. പുളി ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ജഗ്ഗുവിന് പുളി ഇഷ്ടമുള്ള ആളായ കാരണം റെസിപ്പി കിട്ടിയില്ലേ കറക്റ്റായിട്ട്. ഇത് ഷോർട്സ് ആക്കി നമ്മൾ ഇടും കേട്ടോ. അവനെടുക്കാൻ പറ്റണ്ടേ. ചേട്ടന് വേണ്ടിയിട്ട് വിളമ്പിയ ചോറായിരുന്നു. ഇത് എനിക്കുള്ളത് അവരവർക്കുള്ള അവരവർ വിളമ്പിക്കൊണ്ട് വന്നതാ ചേട്ടൻ. നമുക്ക് ചുണ്ടങ്ങ എടുക്കാം. ഇനി അവിടെ ചുണ്ടങ്ങ കേട്ടാ. ചോറ് കഴിഞ്ഞു. ചോറിനുണ്ട് ഇഷ്ടംപോലെ ഉണ്ട് ചോറ്. ചുണ്ടങ്ങി മൂപ്പത്തിരി കൂടുതലല്ലേ? കുഴപ്പമില്ല. വേണ്ട ജഗുന് ചുണ്ടങ്ങ. ഇത് ഞാൻ നേരത്തെ കഴിച്ചത് എടുത്തിട്ട് ചീഞ്ചട്ടിയിൽ നിന്ന് എടുത്തിട്ടേ. അപ്പം എനിക്ക് തോന്നുന്നത് വയലിട്ടപ്പൻ ഒരു കയ്പ് പോലെ വരും, പിന്നെ അത് ഓക്കെയാണ്, കുഴപ്പമില്ല. ഈ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. വെറുതെ അങ്ങനെ തിന്നായിരുന്നു. ഇത് മൂപ്പൂടല്ല ചുണ്ടങ്ങി, അതന്നെ തിരിമുറുക്കണ്ട ചുണ്ടങ്ങി. എൻ്റെ കവർ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് പോലെയാണ്, പക്ഷെ കടിക്കുമ്പോൾ മുറി കിട്ടാ. അങ്ങനെ നമ്മളെ ഇത് കഴിഞ്ഞു. ഇത് രണ്ടെണ്ണം കഴിച്ചോ? ഇതേ അസാധ്യമായ ടേസ്റ്റുള്ള 2 സാധനങ്ങളുടെ കൂടെ ആയതുകൊണ്ട് ഇത് നമുക്ക് വലിയ തന്നെ കഴിക്കുമ്പോൾ നല്ല രസമുണ്ട്. കയ്പേലി അപ്പോൾ കുറച്ച് കഴിക്കാം. അത് കഴിക്കട്ടെ. അപ്പോൾ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.